സ്വയംവരം. Hello and welcome to a new episode of Chunga Jewellery Swayamvaram. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി അച്ചായനെയും അച്ചായത്തെയാണ്, ലിബിൻ ആൻഡ് തെരേസ്. സോ ഇവർ രണ്ടുപേരും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ലിബിൻ ഇസ് ഫ്രം ഇടുക്കി ആൻഡ് തെരേസ് ഇസ് ഫ്രം ചെങ്ങനാശ്ശേരി. സോ ഇവർ രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞ് ധൃതിയിൽ തിരിച്ച് ദുബായിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. അതിനിടയ്ക്ക് നമുക്ക് ഇവരെ മീറ്റ് ചെയ്തിട്ട് ഇവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. സോ ഇപ്പോൾ എത്തിയേക്കുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഫ്ലോറ ഹോട്ടലിലാണ് എത്തിയേക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ ഒരു വണ്ടർഫുൾ കപ്പിളിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ കപ്പിൾ ലിബിൻ ആൻഡ് തെരേസ്, ഇവരെ മീറ്റ് ചെയ്യാനായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അടുത്തുള്ള ഫ്ലോറ എയർപോർട്ട് ഹോട്ടലിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും എറണാകുളംകാരല്ല. ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ലിബിൻ ആൻഡ് തെരേസ്. സോ നിങ്ങളൊരു ലോങ് ജേർണി കഴിഞ്ഞ് എത്തിയേക്കാണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി എറണാകുളംകാരല്ല എന്ന്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ അറിയണം. സോ തെരേസ്, ലിബിനെ കുറിച്ച് തെരേസാണ് പറയേണ്ടത്. സോ ലിബിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഓക്കെ, ഞാൻ വിളിക്കുന്നത് ചേട്ടൻ എന്നാണ്. ഓക്കെ, ചേട്ടൻ്റെ ഫുൾ നെയിം ലിബിൻ കെ ലാൽ. ഓക്കെ, സ്ഥലം ഇടുക്കിയിലെ ഉപ്പുതറ എന്ന സ്ഥലത്താണ്. ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. ഓവർസീസ് മാനേജറായിട്ട് അൽമാജിദ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാണ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യാണ് ദുബായിലോട്ട്. ഓക്കെ, പിന്നെ വേറെന്താ ഞാൻ പറയാം. വീട്ടില് അച്ഛൻ, അമ്മ, അമ്മച്ചി, സിബ്ലിങ്സ് ആരും ഇല്ല. ഒറ്റ മോനാണ്, അതുകൊണ്ട് വഴി കുടിക്കാൻ ആരും ഇല്ല. തെരേസിൻ്റെ മുഴുവൻ പേര് തെരേസ് ജോസി തോപ്പിൽ നിന്നാണ്. ചങ്ങനാശ്ശേരിയാണ് വീട്. 2 ബ്രദേഴ്സ് ഉണ്ട്. പിന്നെ അച്ഛനമ്മ, ഗ്രാൻഡ് മദർ വീട്ടിൽ. കൊച്ചു എന്നാണ് വിളിക്കുന്നത്. അവൾ വർക്ക് ചെയ്യുന്നത് ലൂത പെർഫ്യൂംസിൽ HR ആയിട്ട് വർക്ക് ചെയ്യുകയാണ്, ദുബായ് തന്നെ. ഓക്കെ, സോ നിങ്ങൾ രണ്ടുപേരും ദുബായ്ക്കാരാണ് അല്ലേ? സോ നാച്ചുറലി ഒരു കണക്കിൽ ഇറ്റ്സ് ഈസി, കാരണം ഇനി യാത്ര ചെയ്യാനും പോയി വരാനും ഒക്കെ എളുപ്പമുണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തത് എന്നുള്ളൊരു കഥ ഞങ്ങൾക്ക് അറിയണം. സോ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ്? ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ദുബായ്ക്കാരെന്നുള്ളതിനേക്കാൾ മുന്നിലായിട്ട് പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിലാണ്, മരിയം കോളേജ് കുട്ടിക്കാനം എന്ന് പറയുന്ന കോളേജിൽ. ഒരേ കോളേജിൽ ആയിരുന്നെങ്കിലും ഞങ്ങൾ അന്നൊന്നും നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് എന്താ പറയാ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു മേഘം പോലെ മാഞ്ഞു പോയെന്നൊക്കെ പറയുന്നത് പോലെ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ അന്ന് അത്ര നോട്ടീസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അതെ, ആ സമയത്ത് നമ്മുടെ കോളേജിലാണല്ലോ. അങ്ങനെയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു. അപ്പം അത് ഫാമിലിയിൽ നിന്ന് വന്ന അപ്രോച്ചസും കാര്യങ്ങളായിട്ട് വന്നു. ഓക്കെ, സോ എന്താണ് തെരേസ് എന്നുള്ള വ്യക്തിയിൽ ഇഷ്ടപ്പെട്ടത് ലിബിന്? തെരേസ് എന്ന വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ കോളേജിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, തെരേസ് എന്ന വ്യക്തിയിൽ ഞാൻ ഓപ്പണായിട്ട് ഒരു കാര്യം പറയാം. എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയും. അത് അങ്ങനല്ലെങ്കിൽ അങ്ങനല്ല, അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി അത് നല്ലതല്ലാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല എന്ന് പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. ഓപ്പൺ ആണ്, വളരെ ഓപ്പൺ ആണ്. ഞാൻ എവിടെയാണോ ഷീസ് ഹാപ്പി ദേർ. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, എന്താണ് ഇതുപോലെ തിരിച്ച് ലിബിനിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? എനിക്ക് മച്യൂരിറ്റി കുറവാന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം ഞാൻ കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു വ്യക്തി. അപ്പം എനിക്കത് ശബ്ദം കൊണ്ടാണ്, ആ ഒരു മീശയും താടിയും കൊണ്ടാണോ, ഒരു മച്യൂരിറ്റിയും ഒരു എന്താ നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു ഏജിൽ നമുക്കൊരു ഹീറോയിസോ എന്താ ഒരു പൗരുഷം അപ്പിയറൻസ് ഒന്നാമത് തന്നെ. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം കേട്ടോ,
ആക്ച്വലി ഞങ്ങളുടെ ആരുടെയും വീട്ടിൽ താടി വെക്കുന്നതിന് ഭയങ്കര റിജക്ഷൻ ആയിരുന്നു. എന്നെ താടി വെക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് തെരേസാണ്. ഞാൻ എത്ര താടി വെച്ച് കഴിഞ്ഞാലും പുള്ളിക്കാരത്ത് ഒരു പ്രശ്നമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ഇത്രയും ഒരു സമയമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് എന്തെങ്കിലും കുറച്ച് സ്പെഷ്യൽ, ഒരു പക്ഷേ ഒരു ബർത്ത്ഡേ വന്ന് കാണാം, അല്ലെങ്കിൽ ഒരു നിങ്ങൾ മീറ്റ് ചെയ്തതിൻ്റെ ഒരു ആനിവേഴ്സറിയോ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു സർപ്രൈസ് വല്ലതും തന്നിട്ടുണ്ടോ ലിബിൻ? എന്തെങ്കിലും സർപ്രൈസ് അല്ലെങ്കിൽ ഒരു നല്ല ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ ലിബിൻ ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും സന്തോഷം തോന്നുന്നത്? ലാസ്റ്റ് ബർത്ത്ഡേ, തെരേസിൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ ഞാൻ മറന്നുപോയെന്നാണ് തെരേസ് വിചാരിച്ചത്. എന്നോട് വഴക്കടിച്ചൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ ആക്ച്വലി ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ മെയിനായിട്ട്. ഷോൺ, ഹാബേൽ എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ഫ്രണ്ട്സാണ്. ഷോൺ വാസ് വിത്ത് മീ ലാസ്റ്റ് മരിയൻ കോളേജ് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഉള്ള ഫ്രണ്ടാണ്. പിന്നെ മരിയൻ കോളേജ് അത് കഴിഞ്ഞ് ബാംഗ്ലൂർ കുറച്ച് നാളുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദുബായിലുണ്ട്, അവിടെയുണ്ട്. അപ്പം ഞങ്ങൾ പുറത്ത് പ്ലാൻ ചെയ്ത് ആക്ച്വലി. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒന്നും ഔട്ട് പുറത്ത് കാണിക്കുന്നില്ല. അപ്പം നോർമലി തേഴ്സ്ഡേയ്സ് ഞാൻ തെരേസിനെ കാണും. തേഴ്സ്ഡേ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എവിടെയെങ്കിലും ഒരു ഡിന്നർ കഴിക്കും. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും, ഡിന്നർ കഴിക്കും. അതുപോലെ തന്നെ പാക്കപ്പ് തിരിച്ചു വിട്ടു. എന്നിട്ട് അന്നേരം തൊട്ടേ ഇങ്ങനെ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ഇറിറ്റേഷൻസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തും എൻ്റെ ബർത്ത്ഡേ മറന്നുപോയി, എൻ്റെ ബർത്ത്ഡേ മറന്നുപോയി പറയുന്നില്ല. അത് കഴിഞ്ഞ് പൊട്ടിത്തെറിച്ചു വിഷമമായി. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്ത് താമസിക്കുന്നതിൻ്റെ അവിടെ റൂമിൽ ചെന്നപ്പം പുള്ളിക്കാരത്തെ ഫ്രണ്ട്സാണ് കേക്ക് എടുത്ത് കാണിക്കുന്നത്. ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് കേക്ക് തന്നാൽ എനിക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണ ഒരു ചമ്മലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എനിക്ക് ഓർത്തു ഞാനിപ്പോൾ എന്താ തിരിച്ച് റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പം ഞാൻ കഴിയുന്നത് എക്സ്കേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തു. ഓൾറെഡി കണക്ക് നിറഞ്ഞു. അതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, സോ നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി. ലിബിനാണ് പ്ലാനിങ് ഉള്ള ആളെന്നൊക്കെ. ഇനി നിങ്ങളുടെ കല്യാണ വിശേഷങ്ങൾ അറിയണം. സോ ലിബിൻ ആൻഡ് തെരേസ് ഇവർ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഇവരുടെ കല്യാണ വിശേഷങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും കല്യാണം ഉറപ്പിച്ചിട്ട് കുറേ സമയം ഒരുമിച്ചുള്ളത് കൊണ്ട് ഒരു പക്ഷേ പ്ലാനിങ്ങും പ്രിപ്പറേഷൻസും ഒക്കെ ഒരു ഗുഡ് പെർസെൻറ്റേജ് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചല്ലോ അല്ലേ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ, എപ്പോൾ തുടങ്ങി കല്യാണത്തിന്റെ പ്ലാനിങ്? ആദ്യമേ ആക്ച്വലി എന്നാ സോങ് ആണ് നോക്കിയത്. പാട്ട് ഏത് വേണം അല്ലേ? പാട്ട് ഏത് വേണം? അതെ, ആദ്യം നമ്മൾ എന്തിനുള്ള പാട്ടാണ്? ഈ വെഡിങ്ങിന് നമുക്ക് ടീച്ചറിനും അതുപോലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. അതാണ് ഫസ്റ്റ് മൈൻഡ്. ഫുഡിനെക്കാളും താല്പര്യം ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും മെയിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ഫുഡ് കാര്യങ്ങളെല്ലാം ഫാദറും ഒക്കെ ആയിട്ട് റിലേറ്റീവ്സ് ആയിട്ട് അവരാണ്. കാരണം നമ്മളിപ്പോൾ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ 5-6 വർഷമായിട്ടൊക്കെ ഇവിടുന്ന് ചിലപ്പോൾ മാറി നിൽക്കുമ്പം ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രസൻറ്റ് ട്രെൻഡ് എന്താണ്, ഫുഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പം പറഞ്ഞിട്ട് നാളത്തെ ബാർബിക്യൂ വേണം അല്ലെന്നുണ്ടെങ്കിൽ അത് വേണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ ആ പാട്ട് ടോട്ടലി അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവൻസിനൊന്നും കൊടുക്കാതെ നമ്മുടെ കല്യാണമല്ലേ നമുക്ക് തന്നെ ഓർഗനൈസ് ചെയ്യാം. പിന്നെ അങ്ങനെയാണ് ആദ്യം ഞങ്ങൾ സോങ്ങിലേക്ക് വന്നു. സോങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സോങ് സെലക്ഷനൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഇംഗ്ലീഷേ തുടങ്ങി ചൈനയിൽ കൂടെ ഒക്കെ പോയിട്ടാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇംഗ്ലീഷിനൊന്നും താല്പര്യമില്ലായിരുന്നു. എനിക്കൊരു കുറച്ചൊരു ഞാൻ ഇമാജിൻ ചെയ്യാൻ ട്രഡീഷണൽ രീതിയിലായിരുന്നു ഇമാജിൻ ചെയ്തത്. കാരണം ഞാൻ അതുപോലെ നമ്മൾ കോസ്റ്റ്യൂം അങ്ങനെ കിടണമെന്നാണ്. കാരണം നമ്മൾ ഗൗൺ ഇടാനൊന്നും പ്ലാൻ ചെയ്തില്ല. കാരണം ഇവിടെ മുണ്ട ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു വെഡിങ്ങിന്. അത് ഉറപ്പായിട്ടും പറഞ്ഞു ഞാൻ മുണ്ട എടുത്തു. ഞാൻ ഗൗൺ ഇട്ടാൽ എങ്ങനെയായിരിക്കും? അപ്പം ഞാൻ സാരി എടുപ്പം ഒബ്വിയസ്ലി ആ ട്രഡീഷണൽ രീതി പോകുന്നതായിരിക്കും നല്ലതെന്ന് കരുതി. പിന്നെ നമ്മൾ ഒരു BGM ഒക്കെ ഇടയ്ക്ക് ചിന്തിച്ചു. നിങ്ങളുടെ കോസ്റ്റ്യൂംസിനെ കുറിച്ച് ഒന്ന് പറയുക. നമ്മളെല്ലാം മലയാളികളാണ്. സർവോപരി ഒരു അച്ചായനാണ്. അപ്പം നമ്മുടെ വേഷം എന്ന് പറയുന്നത് ഒരു കുർത്തയും മുണ്ടുമാണ്, അല്ലെങ്കിൽ മുണ്ടാണ് നമ്മുടെ വേഷം. ഇപ്പോഴാണ് ഈ സ്യൂട്ടും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേക ഒരു സ്റ്റൈല് മാത്രമല്ല
നമ്മളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കുമ്പം അന്ന് നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂം പോലും നമുക്ക് എത്രയും കംഫർട്ടായിട്ടുള്ള സാധനം എന്താണോ അതിടുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ എവിടെയെങ്കിലും ബാക്ക് ടു ദുബായ് അങ്ങനെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഈ ജീൻസും ഷോർട്സും കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ മുണ്ടാണ് സ്ഥിരം വേഷം. അതാണ് എനിക്ക് കംഫർട്ടും. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇവന്റ് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് മെയിനായിട്ടും നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മുണ്ടും കുർത്തയും. പിന്നെ തെരേസിനാണെന്നുണ്ടെങ്കിൽ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. സാരി ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരി ഉടുത്ത് പൊട്ടും തൊട്ട് കമ്മലും ഒക്കെ ഇട്ട് നടക്കാം, പിന്നെ മുടി നാടൻ രീതിയിൽ നടക്കാം. എന്തോ അത് എനിക്കത് നാടനായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സത്യം പറഞ്ഞ ഒരു സ്റ്റൈലാണത്. ഒരു എന്താ പറയാ, ഒരു ഞാൻ ചിന്തിക്കുന്ന ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ആ സാരിയൊക്കെ ഉടുത്താലേ നമ്മളല്ല ഇപ്പോഴത്തേക്കുന്ന വേഷമൊക്കെ ഇട്ടാല്. എവിടുന്നാ പർച്ചേസ് ചെയ്ത്? ആക്ച്വലി ജയലക്ഷ്മി ചെന്നിട്ട്, ഞാൻ ഓപ്പണായിട്ട് കാര്യം പറയാം, ജയലക്ഷ്മി ചെന്നിട്ട് എനിക്കുള്ള മുണ്ടും കുർത്തയും എടുക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ. ക്രീമിഷ് കളറിലുള്ള കുർത്തയും മുണ്ടും വേണം. ഓക്കെ, ഒരു കുറെ പാറ്റേൺ കൊണ്ടേ കാണിച്ചു. അതിൽ നിന്ന് നമുക്ക് സെലക്ഷൻ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട് അവിടെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പം മുണ്ടും കുർത്തയും എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സാധനം ഉണ്ടല്ലോ, ഇന്നതായിരിക്കണം എന്നുണ്ടല്ലോ, അത് അവിടെ ചെല്ലുമ്പം അറ്റേ ഷോട്ടിൽ നമുക്ക് അവിടെ കാണുന്നുണ്ട്. എങ്ങനെയായിരുന്നു സാരിയുടെ കാര്യത്തിൽ? നമ്മൾ പെണ്ണുങ്ങൾ പോലെ സമയമെടുത്തു. വൈറ്റ് തന്നെയായിരുന്നില്ലേ വെഡിങ് സാരി? സത്യം പറഞ്ഞാൽ ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല. ജയലക്ഷ്മിക്ക് പിന്നെ പല പല കടയിലും കയറി ഇറങ്ങി, സാറ്റിസ്ഫൈഡ് ആയിട്ടൊന്നും കണ്ടില്ല. കാരണം എൻ്റെ മനസ്സിലൊരെണ്ണം ഉണ്ട്, അത് എനിക്ക് കിട്ടിയില്ല. പിന്നെ അവസാനം വന്നു ജയലക്ഷ്മിയിൽ. അവിടെ വന്ന് നമ്മൾ പറഞ്ഞു ഈ കളർ, ഞാൻ പറഞ്ഞു എനിക്ക് ലെമൺ ഗ്രീൻ അല്ല ലെമൺ യെല്ലോ വിത്ത് റാണി പിങ്ക് ഷെയ്ഡ് വേണം, കാഞ്ചീപുരം വേണമെന്ന് പറഞ്ഞു. പിന്നെ കുറെ കാരണം നമ്മൾ അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ കിട്ടാൻ പാടാണ്. പിന്നെ കാരണം എന്താന്ന് വെച്ചാല് ചിലതിന് ബോർഡർ കൂടുതൽ, എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് വലിയ ബോർഡർ വേണ്ട. മിക്കതും ഞാൻ കണ്ടത് മൊത്തം ബോർഡർ കൂടിയതായിരുന്നു. പിന്നെ പ്രിന്റ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഓവറായിട്ട് ഒരു തമിഴ് സ്റ്റൈലിലുള്ള പ്രിന്റ്സ് ഒക്കെ ആയിരുന്നു ബോഡിയിൽ വരുന്നത്. പിന്നെ അവസാനം അവരെടുത്ത് തന്നു. അവര് മനസ്സിൽ നമുക്ക് വന്നു. അതിങ്ങനെയായിരുന്നു വന്നത്. ഇവിടെ മുകളില് ഷോർട്ട് ബോർഡറും താഴെ വലിയ ബോർഡറുമായിട്ട്. പക്ഷേ ഈ കളർ കോമ്പിനേഷൻ തന്നെ കിട്ടി, അവിടെ തന്നെ കിട്ടി എനിക്ക്. ഞാനിപ്പോൾ എത്തിയേക്കുന്നത് എറണാകുളം ജയലക്ഷ്മിയിലാണ്. ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് സാരീസാണ് കാണാൻ കിട്ടുന്നത്. വിഷ്വലി ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. സോ തെരേസ് ഇവിടെ നിന്നാണ് എൻഗേജ്മെൻറ്റിൻ്റെയും വെഡിങ്ങിൻ്റെയും സാരിയൊക്കെ എടുത്തത്. സോ ഇവിടുത്തെ കളക്ഷൻസ് എന്താണെന്നും പിന്നെ തെരേസിൻ്റെ സാരി എന്താണെന്നും നമുക്കൊന്ന് കാണാം. ഹായ് ചേച്ചി. സോ ഞങ്ങളുടെ ബ്രൈഡ് തെരേസ് ജയലക്ഷ്മി എന്നാണ് വെഡിങ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. അപ്പം അത് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഒരുപാട് സ്പെഷ്യൽ ഡിസൈൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു 1-2 വെറൈറ്റി എന്നെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പുതിയൊരു വെറൈറ്റിയാണ് ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെയ്ത സാരീസ് ആണ്. ഓക്കെ, ഒരു ഗ്രീൻ വിത്ത് ഓറഞ്ച്, ചെറിയ ബുട്ടീസ് ആയിട്ട് നല്ല ബ്രോഡ് ബോർഡർ ആണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ട്രെൻഡ് കൂടുതലും നാരോ ബോർഡർ അല്ല, വൺ സൈഡ് ബോർഡർ, വൺ സൈഡ് താഴെ വലിയ. ഇതാണ് ഉള്ളിലേക്ക് പോകുന്ന പോർഷൻ. ഇത് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെയ്ത സാരീസ് ആണ്. ഇതിന്റെ ബ്ലൗസും എല്ലാം ബ്ലൗസ് പീസ് എല്ലാം ടിഷ്യൂ ബ്ലൗസ്. അത് കണ്ട സെയിം മോഡൽ തന്നെ, ബോർഡറിലെ ഡിസൈൻ തന്നെയാണ് ബ്ലൗസിൽ വരുന്നത്. നമ്മുടെ തെരേസ് എൻഗേജ്മെന്റിന് ഇട്ടത് ഇതുപോലെ ഒരു റെയർ കളർ, ലെമൺ ഗ്രീൻ വിത്ത് പിങ്ക്. ഇതാണ് ലെമൺ ഗ്രീൻ അല്ലേ? അതെ, അതിന്റെ സെയിം കോംബോ ഇതാണ് കേട്ടോ. ഓക്കെ, ഡിസൈൻ ഒക്കെ ഇതാണ് മാഡം കൊണ്ടുപോയത്. ഓക്കെ, ഇത് ആ സെയിം കോമ്പിനേഷൻ തന്നെ റെഡ് ആണെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഡിസൈൻ ഇതും ഡിസൈൻ അതും കോമ്പിനേഷൻ അതും കോമ്പിനേഷൻ അത്, പക്ഷെ ഇതിന്റെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആണെന്നേ ഉള്ളൂ കളർ. അത് ഇച്ചിരി ഡൾ ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ആണെങ്കിലും സെയിം കളർ. ഇതിന്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് പിങ്ക് കളർ. ഇത് റാണി പിങ്ക്. റാണി പിങ്കിന്റെ ബ്ലൗസ് നല്ല ഒലിവ് ഗ്രീനാ അല്ലെങ്കിൽ റയർ ഗ്രീനാ. സോ തെരേസ് സെലക്ട് ചെയ്ത സാരി ഈ കളർ കോമ്പിനേഷൻ ആണ്, ലെമൺ ഗ്രീൻ ആൻഡ് റാണി പിങ്ക്. സോ ഒരു സൈഡിൽ ചെറിയ ബോർഡറും മറ്റേ സൈഡിൽ അത്യാവശ്യം വീതിയുള്ളൊരു ബോർഡർ. അതും ഒരു ഡിസൈനർ ബോർഡറാ, സാധാ നോർമൽ ബോർഡർ അല്ല, ട്രഡീഷണൽ ബോർഡർ അല്ല വന്നിരിക്കുന്നത്. ഓക്കെ, ഇൻഫാക്ട് തെരേസും വെഡിങ്ങിന് ചൂസ് ചെയ്തത് ഒരു റെഡ് കളർ തന്നെയായിരുന്നു, ഒരു ഗോൾഡൻ ബോർഡർ ഒക്കെ വെച്ചിട്ട്. ഒരു മോഡലും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മോഡലായിരുന്നു. ഇതാണ് കൂടുതൽ വെഡിങ്ങിന് കൂടുതലും മൂവിങ് ഉള്ള കളറും
എല്ലാവരും തന്നെ ചൂസ് ചെയ്യുന്ന കളർ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. നല്ല ബ്രൈറ്റ് ആയിരിക്കും. ചെറിയ ഡിസൈനാണ്, ഒത്തിരി വലിയ ഡിസൈനായാലും കൂടുതൽ മൂവിങ് വെഡിങ് സാരിക്ക് ചെറിയ ഡിസൈൻ. ഇത് ആക്ച്വലി റെഡിന്റെ തന്നെ എന്ത് ഒരു റൂബി റെഡ് എന്ന് പറയും, പിങ്ക് ചേർന്ന റെഡ് ആയത്. ഓക്കെ, സോ നമ്മൾ തെരേസിന്റെ വെഡിങ് കോസ്റ്റ്യൂംസ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ലിബിൻ ചൂസ് ചെയ്ത കോസ്റ്റ്യൂംസ് ആണ്. ഹലോ ചേട്ടാ. സോ ഞാൻ വിചാരിച്ചത് പെണ്ണുങ്ങൾക്കാണ് എപ്പോഴും സെലക്ഷന് ബുദ്ധിമുട്ടെന്ന്, പക്ഷെ ഇവിടെ ആണുങ്ങൾക്ക് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അല്ലേ? ഐ മീൻ ചെറിയ ഡിഫറൻസ് ആണെങ്കിലും എവിഡന്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ആണ്. സോ ഇത് എടുത്തു വെച്ചേക്കുന്ന കളക്ഷൻസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? ഇതെന്താണ്? ഇത് മൂന്നും നമ്മൾ ഈ കാണുന്ന ആദ്യത്തെ മൂന്നെണ്ണം കുർത്തയും ഇത് ഷർട്ടുമാണ്, വെഡിങ് ഷർട്ടാണ്. റൗണ്ട് നെക്ക് ചൈനീസ് കോളർ ആ പാറ്റേൺ വരുന്നതാണ്, സ്ലിം ഫിറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് ഹിന്ദു ബ്രൈഡ്സ് യൂഷ്വലി ഹിന്ദു ചെറുക്കന്മാർ ഉപയോഗിക്കുന്നതാണ് ഷർട്ട്. കുറച്ചുകൂടെ ഒരു കുർത്ത പാറ്റേണിൽ വരുന്ന ഷർട്ടാണ്. കുർത്ത കുറച്ചൊരു സ്ലിം ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, നമുക്ക് കുർത്ത യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അതിന് പകരം ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുർത്ത പാറ്റേൺ തന്നെ സ്ലിം ഫിറ്റ് ഷർട്ട് യൂസ് ചെയ്യാം. പിന്നെ വെച്ചാൽ കളർ പറയുമ്പോൾ ഇത് ഗോൾഡൻ, ഇതൊരു ബെയ്ജ് ഒരു ഓഫ് വൈറ്റ് പാറ്റേൺ. ഇതാകുമ്പോൾ നമുക്കൊരു ലൈറ്റ് ക്രീമിഷ് ഗോൾഡൻ അങ്ങനെ കളേഴ്സാണ് വരുന്നത്. മൂന്നും കുർത്തയാണ്, പ്ലെയിൻ ഷെയ്ഡിലാണ് ഇത് മൂന്നും. അത് ഈ ഷർട്ടും ഈ രണ്ട് കുർത്തകളും പ്ലെയിൻ ആണ് വരുന്നത്, പ്യുവർ സിൽക്ക്. നമ്മൾ റോസ് സിൽക്ക് നമുക്കൊരു വീവിംഗ് പാറ്റേൺ, അതൊരു വീവിംഗ് എടുത്ത് കാണും. നമുക്കിപ്പോൾ സിൽക്ക് മുണ്ടിന് പകരം ഒരു കൈത്തറി മുണ്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ വീവിംഗ് ഉള്ളതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതുപോലത്തെ റോസ് സിൽക്കിന്റെ. ഓക്കെ, സോ നമ്മൾ കണ്ടല്ലോ ഇപ്പം കൈത്തറി നമ്മുടെ ബാലരാമപുരം കോട്ടണും ഉണ്ട്, അതുപോലെ തന്നെ സിൽക്കും ഉണ്ട്. പിന്നെ കുർത്താസിനാണെങ്കിലും ഒരുപാട് ഷെയ്ഡ്സ്, മൈന്യൂട്ട് ഡിഫറൻസസേ ഉള്ളൂ, ക്രീം, ഗോൾഡൻ, മിക്സ് ഓഫ് ബോത്ത് അങ്ങനെയൊക്കെ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസ് ഇവിടെ വന്ന് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടു തെരേസ് ആൻഡ് ലിബിൻ എന്താ ചൂസ് ചെയ്തേക്കുന്നത്. സോ താങ്ക് യു ചേട്ടാ. നമ്മൾ കണ്ടു എന്താണ് ലിബിൻ ആൻഡ് തെരേസ് ചൂസ് ചെയ്തേക്കുന്നത്. സോ ലിബിൻ ആൻഡ് തെരേസ് നമ്മൾ ഇവരെ പരിചയപ്പെട്ടു, പക്ഷേ ഇവരുടെ കല്യാണ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഇവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കണമെങ്കിൽ യു വിൽ ഹാവ് ടു വെയിറ്റ് അൻറ്റിൽ our next episode. So till we meet again, this is Rose and Jolly signing off. Bye. സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം